ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗാഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ഇത് അവസാന കാലഘട്ടമാണ് അല്ലേ? യേശുക്രിസ്തുവിൻ്റെ വരവ് വളരെയധികം അടുത്തിരിക്കുകയാണ്. അപ്പം അങ്ങനെയാകുമ്പോൾ ദൈവം തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം, പത്യോപദേശങ്ങളൊന്നും കേൾക്കാൻ താല്പര്യമില്ലാതെ ചെവിക്ക് ഇമ്പം മാറുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി അല്ലേ, അതൊക്കെ അതിനുവേണ്ടി ജീവിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികൾക്ക് ഉണ്ടാകുന്ന സമയമാണിത് അല്ലേ. പലരും തങ്ങളുടെ വിശ്വാസം, യേശുവിൽ വിശ്വാസമെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ഫൊസേക്ക് ചെയ്തിട്ട് ഡിസീവിങ് ആയിട്ടുള്ള സ്പിരിറ്റിനെയും പിശാചിന്റെ ഡോക്ടറിനും ഈവിളായിട്ടുള്ള ഡോക്ടറിനും എല്ലാം കേട്ടുകൊണ്ട് നടക്കുന്ന അവരുടെ സ്വന്തം ഇഷ്ടത്തിന് പ്രകാരം അല്ലെ ജീവിക്കുന്ന, പിന്നെ എന്താ പറയാ, അവരുടേതായിട്ടുള്ള ട്രഡീഷൻസ് എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു പുകമറയിൽ അല്ലെ, ഒരു നോക്കുമ്പോൾ ഭയങ്കര സ്പിരിച്വാലിറ്റിയാണ്, പക്ഷെ എന്നാൽ സ്പിരിച്വലി ഭയങ്കര സ്ട്രോങ് ആണ്. പുറമേ നോക്കുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാം ചീഞ്ഞഴുകി കിടക്കുന്ന പോലുള്ളൊരവസ്ഥ അല്ലേ. അങ്ങനെയൊക്കെ ഉള്ള കുറേ ആളുകളുടെ ഒരു എന്താ പറയുക, ഒരു ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഈ സമയങ്ങളിലൊക്കെ നടക്കാൻ പോകുന്നു. അങ്ങനെ പലതും നടക്കുന്നു ഉണ്ട് താനും. അപ്പം നമ്മുടെ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെവി ഉള്ളവൻ കേൾക്കട്ടെ അല്ലേ. ചെവി ഉള്ളവർ കേൾക്കുക തന്നെ വേണം. എന്താണ് സ്പിരിറ്റ് ചർച്ചകളോട് പറയുന്നതെന്ന് നമ്മൾ, യേശുക്രിസ്തു നമ്മളോട് പറയുക, എന്താണ് നമ്മൾ കേൾക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നത് എന്നതിനെപ്പറ്റി അറ്റൻഷൻ കൊടുക്കുക. കാരണം നമുക്ക് അധികം സമയമില്ല അല്ലേ. നാളെ നമുക്കുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് പോലും അറിയത്തില്ല അല്ലെ. അങ്ങനെയുള്ളപ്പം ഇന്ന് നമ്മൾ കേൾക്കുന്ന കാര്യം, ഇന്ന് അങ്ങനെ ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന കാര്യം അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നില്ല എങ്കിൽ നഷ്ടം നമുക്ക് മാത്രം അല്ലെ. അപ്പം അതിനെപ്പറ്റിയാണ് യേശു നമ്മളോട് പറയുന്നപ്പം അതിനെപ്പറ്റിയാണ് എനിക്ക് സംസാരിക്കുള്ളൂ. അപ്പം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കും. കർത്താവ് സമയത്ത് നന്ദി പറയും. താങ്ക് യു ജീസസ് മസ്റ്റ്. അങ്ങനെ കൃപയ്ക്കായിട്ട് നന്ദി പറയും. താങ്ക് യു ലോർഡ് ഗോഡ് ഓൾമൈറ്റി. അങ്ങനെ പോലത്തെ ഒരു ദൈവമില്ല. താങ്ക് യു ജീസസ് മസ്റ്റ്. അങ്ങയുടെ വചനത്തിലായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ വചനം ഞങ്ങൾക്ക് ലൈറ്റാണ്, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ലൈറ്റാണ് കർത്താവ് ലോർഡ് ഫാദർ. ഞങ്ങൾ ഡാർക്ക്നെസ്സിൻ്റെ ഇരുട്ടിൻ്റെ ഡൊമിനിയനായിരുന്നു കർത്താവ് ലോർഡ് ഫാദർ. ഞങ്ങളുടെ ഉള്ളിലും എല്ലാം ഇരുട്ട് തന്നെയായിരുന്നു. പക്ഷെ അവിടെ നിന്നല്ല, അങ്ങയുടെ വചനം കൊണ്ട് ഞങ്ങൾ വീണ്ടെടുത്തപ്പോൾ, അങ്ങയുടെ കൃപയാലെ ഞങ്ങൾ വീണ്ടെടുത്തിട്ട് കർത്താവ് ലോർഡ് ഫാദർ ഇന്നൊരു പുതിയ ജീവിതം അങ്ങനെ തന്നിരിക്കുന്ന കർത്താവ് ലോർഡ് ഫാദർ. അതിനനുസരിച്ച് ഉള്ള മുമ്പോട്ട് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നെ അപേക്ഷിക്കുന്നു. വീണു പോകുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്, പക്ഷെ വീഴാതെ ഞങ്ങളെ പിടിച്ചു നിർത്തുക അങ്ങ് തന്നെ. അതിനായിട്ട് നന്ദി പറഞ്ഞു. താങ്ക് യു ജീസസ് മിസ്റ്റർ. പ്ലീസ് ആൻഡ് വർഷിപ്പ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. ഇന്ന് സംസാരിക്കണ പിതാവേ, ഹോളി സ്പിരിറ്റ് ഗോഡ് ഞങ്ങളോട് സംസാരിക്കണമേ. യേശുവിന്റെ ഹൃദയം ഞങ്ങൾക്ക് തുറന്നു തരണമേ. യേശുവിന്റെ നാമത്തിൽ. അപ്പോൾ നമുക്കിന്ന് ലൂക്കോസിലേക്ക് പോകുമ്പോൾ 8:16-18 വരെയുള്ള വാക്കുകൾ എല്ലാവർക്കും വളരെയധികം പരിചിതമായിരിക്കുന്ന വാക്കുകളാണ്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: വിളക്ക് കൊളുത്തിയിട്ട് ആരും അതിനെ പാത്രം കൊണ്ട് മൂടുകയോ കട്ടിൽ കീഴെ വയ്ക്കുകയോ ചെയ്യാതെ അകത്തു വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേൽ അത്രേ വെക്കുന്നത്. വെളിപ്പെടാത്ത ഗൂഢമായത് ഒന്നുമില്ല, പ്രസിദ്ധമായി വെളിച്ചത്ത് വരാതെ മറവായിരിക്കുന്നത് ഒന്നുമില്ല. ആകയാൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. ഉള്ളവന് കിട്ടും, ഇല്ലാത്തവനോട് ഉണ്ട് എന്ന് തോന്നുന്നതും കൂടെ എടുത്തു കളയും. അപ്പൊ ഇത് നമ്മുടെ പിതാവായ ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ വാക്കുകളാണ്. അപ്പൊ ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞിരിക്കുക. നേരത്തെ നമുക്കറിയാം, റെവലേഷനിലേക്ക് പോകും, വെളിപാടിലേക്ക് പോകുമ്പോൾ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ചെവി ഉള്ളവൻ കേൾക്കട്ടെ. അപ്പൊ കേൾക്കുന്ന ചെവി ഉള്ളവർ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ കേൾക്കുന്നവർ വളരെ കുറവായിരിക്കും എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലേ. കേൾക്കുന്നത് വളരെ കുറവെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ കാര്യങ്ങൾ കേൾക്കും, ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ ദൈവം നമ്മളോട് വാണിംഗ് ആയിട്ട് പറയുക, നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുക അല്ലെ. നമ്മളെ വിളക്കുകളായിട്ട്, ദൈവത്തിന്റെ പ്രകാശങ്ങളായിട്ട് വിളിച്ചിരിക്കുന്നത്. ദ റിയൽ പ്രകാശം എന്ന് പറഞ്ഞ യേശുക്രിസ്തു. അപ്പൊ യേശുക്രിസ്തുവിനെ റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കണം ഈ ലോകത്ത് നമ്മൾ. ദൈവത്തിന്റെ കിങ്ഡം ഈ ലോകത്തിലേക്ക് വരട്ടെ എന്ന്, അതാണ് യേശുക്രിസ്തു നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ പ്രാർത്ഥിക്കണം, എന്നാ, അങ്ങയുടെ കിങ്ഡം വരണം, അങ്ങയുടെ രാജ്യം വരണം, അല്ലെ, സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിൽ. അപ്പൊ അങ്ങനെയാകുമ്പോ അത് യേശുവിന്റെ കിങ്ഡം ലോകത്തിലേക്ക് കൊണ്ടുവരുന്ന വ്യക്തികളായിരിക്കണം നമ്മൾ. അതിനായിട്ട് നമ്മൾ വെളിച്ചമായിട്ട് നമ്മളെ ആക്കി തീർത്തിരിക്കും. അപ്പൊ വെളിച്ചം
ആകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ വെളിച്ചം വേണം. നമ്മൾക്ക് വെളിച്ചമായിട്ട് വെളിച്ചം സ്പ്രെഡ് ചെയ്യുന്നവരായിരിക്കണമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ എത്രമാത്രം വെളിച്ചമുണ്ടോ, നമ്മുടെ ഉള്ളിൽ എത്രമാത്രം യേശുക്രിസ്തു ഉണ്ട്, അത്ര അനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, അല്ലെ? നമ്മളുടെ സ്വഭാവം യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തെ സ്വഭാവം അല്ലെങ്കിൽ നമ്മൾ പ്രകടിപ്പിക്കുന്ന നമ്മുടെ സ്വഭാവമായിരിക്കും. അത് വെളിച്ചമല്ല കൊണ്ടുവരുന്നത്, ഇരുട്ടാ കൊണ്ടുവരുന്നത്, അല്ലെ? നമ്മുടെ സ്വഭാവം നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ, നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ എല്ലാവരും നാട്ടുകാർ കാണുമ്പോൾ ഒരാൾ പോലും ദൈവത്തോട് ഒരു താല്പര്യം തോന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഒന്നും കയ്യിലിരിക്കുന്ന അത്ര മനോഹരമായിട്ടുള്ള കാര്യമൊന്നുമില്ല. യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നുള്ള സിറ്റുവേഷൻ എന്തായിരിക്കും എന്ന് ഓർത്തു നോക്കിയേ. നമ്മുടെയൊക്കെ സ്വഭാവത്തിന്റെ മഹിമയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയ പഴയ കാര്യങ്ങളൊക്കെ പറ്റി യേശുക്രിസ്തുലോ നമ്മളെ തന്റെ ചങ്കോട് ചേർക്കുന്നതിന് മുമ്പുള്ള നമ്മുടെയൊക്കെ സിറ്റുവേഷൻ എന്തായിരുന്നു, അല്ലെ? സുവിശേഷം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പൊക്കെ ഉള്ള നമ്മുടെ സിറ്റുവേഷൻ എന്തായിരുന്നു? ഏതൊക്കെ തരത്തിലുള്ള വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന, ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നടന്നിരുന്ന ആൾക്കാരാണ് നമ്മൾ, അല്ലെ? അപ്പൊ ആ സ്വഭാവത്തിലേക്ക് നമ്മൾ പിന്നെയും പോവുകയാണെങ്കിൽ എന്താ പറയുക, ദൈവത്തിന്റെ ആ വെളിച്ചം ലോകത്ത് നമുക്ക് പരത്താൻ സാധിക്കത്തില്ല. അപ്പൊ നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് ദൈവം എന്നുള്ള റിയാലിറ്റി, അല്ലെ, യേശുക്രിസ്തു എന്നുള്ള റിയാലിറ്റി, അത് റെവലേഷൻ ആയിട്ട്, അല്ലെ, വെളിപാടുകളായിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ നമ്മൾക്ക് വെളിപാടുകൾ നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നമ്മൾക്ക് വളരാൻ സാധിക്കും, അല്ലെ? അപ്പൊ യേശു ഇവിടെ പറഞ്ഞിരിക്കുക, തണ്ടിന്മേൽ വെക്കുന്നതിന് വേണ്ടിയാണ് വിളക്കാക്കിയിരിക്കുക നമ്മളെ, അല്ലെ? അല്ലെങ്കിൽ എവിടെയെങ്കിലും വീടിന്റെ മൂലയ്ക്ക് പോയിരിക്കുന്നതിന് വേണ്ടിയല്ല, അല്ലെ? തണ്ടിന്മേൽ ഇരിക്കുന്ന വിളക്ക് തന്നെ ആയിരിക്കണം, നാട്ടുകാർ കാണണം നമ്മളുടെ ജീവിതം വഴി. മിക്കവാറും തന്നെ ആൾക്കാർക്ക് ആകപ്പാടെ അറിയാവുന്ന യേശുക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ, അല്ലെ? അത് നമ്മൾ പറയുന്നത് നമ്മൾ പ്രവർത്തിക്കുന്നതും വേറെ രണ്ടും രണ്ടാണെങ്കിൽ ആരും യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ പോകുന്നില്ല. കാരണം അവര് വിചാരിക്കുക, ഇതല്ലേ നീയൊക്കെ വിശ്വസിക്കുന്നല്ലേ, അല്ലെ? അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ആരും ദൈവരാജ്യത്തിന് ദോഷകരമായിട്ട് ഭവിക്കത്തക്ക രീതിയിൽ ഒരു കാര്യം നമ്മളായിട്ട് ചെയ്യാൻ പോകരുത്. അപ്പൊ ഇവിടെ പറയാം, 17ാമത്തെ വാക്ക് പറയാം, വെളിപ്പെടാത്ത ഗൂഢമായത് ഒന്നുമില്ല, പ്രസിദ്ധമായി വെളിച്ചത്ത് വരാത്ത മറവായിരിക്കുന്നത് ഒന്നുമില്ല. അപ്പൊ ഈ വാക്ക് ദൈവത്തിന്റെ കിങ്ഡത്തിന്റെ പറ്റിയും കാര്യങ്ങളെ പറ്റിയും പറയാൻ പറ്റും, മനുഷ്യവർഗത്തിനെ പറ്റിയും പറയാൻ പറ്റും. നമ്മളുടെയൊക്കെ മനുഷ്യവർഗത്തെ പറ്റി പറയുവാണെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള, അല്ലെങ്കിൽ നമ്മളൊക്കെ ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ ലോകത്തുള്ള ആൾക്കാരൊക്കെ ചെയ്തിരിക്കുന്ന ഒരു സീക്രട്ട് ഒരു കാര്യം ഒരു കാലത്തും കംപ്ലീറ്റ് ആയിട്ട് മറച്ചു വെക്കാൻ സാധിക്കത്തില്ല. എങ്ങനെയെങ്കിലും സത്യം വെളിച്ചത്ത് വരും എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ കിങ്ഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ രാജ്യം. അവിടെ മോശപ്പെട്ട കാര്യം നടക്കുന്നല്ല പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ കിങ്ഡത്തിൽ രാജ്യത്ത് ഒരുപാട് നിധികളുണ്ട്, അല്ലെ? ഒരുപാട് കാര്യങ്ങളുണ്ട്, ഓരോ ലെവലുകളുണ്ട്, ഓരോ ആൾക്കാർക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന ലെവൽ, അല്ലെ? ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ ഇങ്ങനെ വിചാരിച്ചു നോക്ക്, ഞാൻ പറയുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിരിച്വൽ ലെവലില് നമുക്ക് ഓരോരുത്തർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഓരോ ലെവലുണ്ട്. എല്ലാവരും എല്ലാ ലെവലിലും എത്തിപ്പെടണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിലായിരുന്നു ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ആ കംപ്ലീഷൻ, ഫുൾനെസ് കംപ്ലീറ്റ് ആയിട്ടുള്ളത് യേശുക്രിസ്തുവിലായിരുന്നു. അപ്പൊ യേശുവിനെ പോലെ തന്നെ ആയിത്തീരണം എന്നാണ് ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള ആഗ്രഹം. പക്ഷെ അത് ആ ഒരു നിറവിലേക്ക് വരുന്നത് എത്ര പേരുണ്ട്, അല്ലെ? ദൈവത്തിന് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? അല്ല. പക്ഷെ നമ്മളെ തന്നെ പൊസിഷൻ ചെയ്യുന്നതിന്റെയും നമ്മളുടെ വിശ്വാസത്തിന്റെയും കുറവ് കൊണ്ടൊക്കെയാണ് നമുക്ക് അങ്ങോട്ട് ആ ഒരു എന്താ പറയുക, ഒരു ലെവലിലേക്ക് എത്തിപ്പെടാൻ സാധിക്കാതിരിക്കുന്നത്, അല്ലെ? ലെവലുകൾ ഉണ്ടെന്ന് പറഞ്ഞതിന് ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ അപ്പോസ്റ്റൽ ജോൺ പത്മസ് ദ്വീപിൽ വെച്ച് ദൈവത്തിന്റെ ദിവസം, അല്ലെ, ആത്മാവിലായിരുന്നു. അപ്പം ആത്മാവിലായിരുന്നു ജോൺ ഒരു ശബ്ദം കേൾക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ 7 പൊൻ വിളക്കുകൾക്ക് നടുക്ക് നിൽക്കുന്ന യേശുക്രിസ്തു സംസാരിക്കുന്നു. അപ്പോസ്തലൻ ജോണിനോട് സംസാരിക്കുന്നു. സംസാരം എല്ലാം കഴിഞ്ഞപ്പോൾ ചർച്ചുകളെ പറ്റിയെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അപ്പോസ്തലൻ ജോണിനോട് യേശുക്രിസ്തു കം അപ്പ് ഹിയർ, അല്ലെ, മുകളിലേക്ക് വരുക എന്ന് പറയാം, കം അപ്പ് ഹിയർ എന്നിങ്ങനെ പറയുക. അപ്പോ അത്രയും നേരം ഉണ്ടായിരുന്ന ഒരു സ്പിരിച്വൽ ലെവലിൽ നിന്ന് പിന്നെ അടുത്തൊരു സ്പിരിച്വൽ ലെവലിലേക്ക് പോവുക. അപ്പോ അങ്ങനെ തന്നെയാണ് നമ്മുടെ എല്ലാവരെയും കാര്യം, അല്ലെ? അപ്പോ ഇവിടെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ. നമ്മൾ ഇതുവരെ മനസ്സിലാക്കാത്ത കാര്യങ്ങളുണ്ട്. അപ്പോസ്റ്റൽ പൗലോസ്, അപ്പോസ്റ്റൽ പോൾ 3ാമത്തെ സ്വർഗം വരെ പോയി ആളാണ്, അല്ലെ? അപ്പൊ നമുക്കൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ദൈവത്തിന് നമുക്ക് വെളിപ്പെടുത്തി തരണമെന്ന് തന്നെയാണ് താല്പര്യം, അല്ലെ?
നമ്മൾ മക്കളാണെങ്കിൽ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ അറിയാനുള്ള അവകാശം നമുക്ക് തന്നിട്ടുണ്ട്. അത് പറഞ്ഞതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതേ ചാപ്റ്ററിന്റെ തന്നെ 8ാമത്തെ ചാപ്റ്ററിന്റെ 10ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ അറിയാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ശേഷമുള്ളവർക്കും അത് കണ്ടിട്ടും കാണാതിരിപ്പാനും കേട്ടിട്ട് ഗ്രഹിക്കാതിരിപ്പാനും ഉപമകളിൽ അത്രേ സംസാരിക്കുന്നത്. അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, നമ്മൾ മക്കളാണെങ്കിൽ, യേശുവിന്റെ ഫോളോവേഴ്സ് ആണെങ്കിൽ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ അറിയാനുള്ള അവകാശം നമുക്കുണ്ട്. അത് നമ്മൾ അറിയണം എന്ന് തന്നെയാണ് ദൈവത്തിന്റെ ആഗ്രഹം, അല്ലെ? ദൈവത്തിന്റെ രാജ്യത്തിന്റെ മർമ്മങ്ങൾ അറിയുന്ന വ്യക്തികളായിരിക്കണം. അത് എങ്ങനെ അറിയുന്നത്? ദൈവത്തിന്റെ വെളിപാടുകൾ വഴി. എങ്ങനെ വെളിപാടുകൾ കിട്ടും? ദൈവത്തിന്റെ വചനം വഴി, അല്ലെ? ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഹോളി സ്പിരിറ്റ് ഗോഡാണ് നമുക്ക് വെളിപാടുകളായിട്ട് നമുക്ക് തരുന്നത്. അത് ആ വെളിപാടുകൾ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് യേശുക്രിസ്തുവിൽ വളരാൻ സാധിക്കും. നമ്മൾ എങ്ങനെയാണ് നമുക്ക് വളരാൻ പറ്റുന്നത്? വിശ്വാസം കൊണ്ട്, അല്ലെ? നമ്മളുടെ വിശ്വാസം വർദ്ധിക്കും. വിശ്വാസം കേൾവിയാലും, കേൾവി എങ്ങനെ വന്നത്? ദൈവത്തിന്റെ വചനത്താലും. വെറുതെ വചനം കേട്ടിട്ട് കാര്യമില്ല. അതിൽ നിന്ന് വെളിപാടുകൾ നമുക്ക് കിട്ടുമ്പോഴാണ് നമ്മൾക്കത് നമ്മളുടേതായിട്ട് മാറുകയും നമ്മൾക്ക് വിശ്വാസം വരികയും നമ്മൾ ആ വിശ്വാസം ഉള്ളപ്പോൾ നമ്മൾ യേശുക്രിസ്തുവിൽ വളരുകയും ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ വചനം കേൾക്കുന്ന വ്യക്തികൾക്കും വെളിപാടുകൾ കിട്ടുന്ന വ്യക്തികളായിരിക്കണം എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഇങ്ങനെ പറയുക, ആകയാൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചു കൊള്ളുവിൻ. എങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നത്? അത് വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ്, അല്ലെ? എന്താണ് കേൾക്കുന്നത്, എങ്ങനെയാണ് കേൾക്കുന്നത് എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുള്ള കാര്യം. ഇവിടെ യേശുക്രിസ്തു പറഞ്ഞിരിക്കുക, ഉള്ളവന് പിന്നെ കിട്ടും, ഇല്ലാത്തവനോട് ഉണ്ട് എന്ന് തോന്നുന്നു കൂടി എടുക്കുക. അപ്പൊ ദൈവം ഇങ്ങനെയാണ്, അല്ലെ, ഒരു കാര്യം ചെയ്യുന്നത്. നമ്മള് ദൈവത്തിന്റെ വചനം കേട്ട് കഴിഞ്ഞ് അതിന്റെ റെവലേഷൻ കിട്ടിക്കഴിയുമ്പോൾ അതനുസരിച്ച് ജീവിക്കുമ്പോൾ പിന്നെ നമുക്ക് വെളിപ്പെടുത്തി തരാനായി ദൈവത്തിന്റെ ആഗ്രഹം. അല്ല പക്ഷെ നമ്മള് കേട്ട കാര്യങ്ങള് അതുപോലെ തന്നെ ഉപേക്ഷിച്ചിട്ട് നമുക്ക് തോന്നിയ രീതിയിൽ ജീവിക്കുകയാണ്, പിന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ട് എന്ത് കാര്യമായിരിക്കുന്നു? അപ്പൊ അതുകൊണ്ട് ദൈവം പിന്നെ അത് കൂടുതൽ അങ്ങ് വെളിപ്പെടുത്താൻ പോകത്തില്ല. അപ്പൊ നമ്മള് കേട്ട കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ വെളിപ്പാടുകൾ ഇഷ്ടം പോലെ തന്നുകൊണ്ടിരിക്കും. ഇനി ഇവിടെ ദൈവം പറഞ്ഞ കാര്യം, ആകയാൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചു കൊള്ളുവിൻ. അപ്പോ എങ്ങനെ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തെ പറ്റി നമ്മൾ പറയുവാണ്, ദൈവം തന്നെ എഴുതിയിരിക്കുന്ന കാര്യമാണ്. അവസാനത്തെ കാലമാകുമ്പോഴേക്കും എന്താ പറയാ, പത്യോപദേശങ്ങളെ ഒന്നും താല്പര്യമില്ലാതെ കർണത്തിന്, അല്ല, ചെവിക്ക് താല്പര്യമുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് 2 തിമോത്തിയിലെ 4 പറഞ്ഞിരിക്കുന്ന കാര്യം, അവർ ഇഷ്ടമുള്ള രീതിയിൽ, അല്ലെ, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉള്ള ഡോക്ടറിനൊക്കെ പഠിപ്പിച്ചുകൊണ്ട് പത്യോപദേശങ്ങളൊക്കെ പഠിപ്പിക്കുക, അവർ താല്പര്യമുള്ള രീതിയിലുള്ള ഉപദേശങ്ങളൊക്കെ പറയാനുള്ള അത് കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഒരുപാടുണ്ടെങ്കിൽ അത് പഠിപ്പിക്കാനുള്ള ആൾക്കാരൊക്കെ ഒത്തിരി ഉണ്ടായിരിക്കും, അല്ലെ? നമുക്കറിയാം, ജൂഡയ്ക്കകത്തോട്ട് പോകുമ്പോൾ, ജൂഡയ്ക്കകത്ത് ഒറ്റ ചാപ്റ്റർ ഉള്ളപ്പോൾ ജൂഡയ്ക്കകത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൈവം നമുക്കെന്ന കൃപയെ അത് അനാശാസ്യ പ്രവർത്തനത്തിന് വേണ്ടി വരെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ടീച്ചർമാർ, അല്ലെ, പാസ്റ്റർമാരും പ്രീച്ചർമാരൊക്കെ ഈ ലോകത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞിരിക്കുക. ജൂഡന്റെ ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഉണ്ടാകാതിരിക്കും, അല്ലെ? ഇപ്പൊ ഇങ്ങനെയാണ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യണം, എല്ലാവരും സ്വീകരിക്കണം, അങ്ങനെയൊക്കെ ഒരു മനസ്സുമായിട്ട് നടക്കുന്ന വ്യക്തികളാണ്. അപ്പൊ ദൈവം നമ്മളോട് പറയുക, നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് എന്താ പറയുക, നമ്മള് മനസ്സിലാക്കണം. എങ്ങനെയാണ് നമ്മൾ നോക്കണം? ദൈവത്തിന്റെ വചനം തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്. ദൈവത്തിൽ നിന്ന് തന്നെയാണോ വചനം വരുന്നത്? ദൈവത്തിന്റെ വചനം നമ്മൾക്കറിയാവുന്നതിനേക്കാളും വളരെ അധികമായിട്ട് പിശാചിനറിയാം, അല്ലെ? അപ്പൊ അത് നമ്മള് ദൈവവുമായിട്ട് അടുത്തല്ല എങ്കിൽ ഇത് ഈ വചനം വരുന്നത് ആരുടെ വായിൽ നിന്ന്, എങ്ങനെയുള്ള വചനമാണ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, അല്ലെ, ഇത് ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണോ പറയുന്നത്, ദുരാത്മാവാണോ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ദൈവവുമായിട്ട് വളരെയധികം ക്ലോസ് ആയിട്ട് നിൽക്കണം, അല്ലെ? നമുക്കറിയാം, 1 തിമോത്തിക്കകത്ത് പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, 4ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവസാന കാലഘട്ടം ആകുമ്പോൾ വിശ്വാസത്തെ ത്യജിച്ചുകൊണ്ട് എന്താ പറയുക, ആൾക്കാര് ദുരാത്മാക്കൾക്ക് ചതിയൻ, അല്ല, സ്പിരിറ്റ് ഓഫ് ഡിസീവിങ് സ്പിരിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഡിസീവിങ് സ്പിരിറ്റിന്, അല്ലെ, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ പാപികളുടെ ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെ ആശ്രയിച്ചു പോഷ്കു പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിച്ചു എന്നും ആത്മാവ് തെളിവായി പറയുന്നു. അപ്പോൾ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. അപ്പോൾ അവസാന കാലഘട്ടത്തിൽ ഇങ്ങനെയായിരിക്കും, ചിലർ വ്യാജാത്മാക്കൾ, അല്ലെ, ഡിസീവിങ് സ്പിരിറ്റ്, അല്ലെ, ഭൂതങ്ങളുടെ ഉപദേശത്തെ ആശ്രയിച്ചുകൊണ്ട്
ഫോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുന്ന ആൾക്കാർ ഉണ്ടാവുമെന്ന് പറയും. ഇപ്പൊ ഫോഷ്ക് പറയുന്ന ആൾക്കാരുണ്ടാവും. എന്താ പറയുക, ചില ആൾക്കാരെങ്കിലും നമ്മുടെ ഇടയിലുള്ള വിശ്വാസികൾ തന്നെ അവര് വിശ്വാസം ത്യജിക്കും. അവര് വ്യാജ ആത്മാക്കളുടെ പിടിയിലായി പോകും. ഭൂതങ്ങളുടെ ഉപദേശത്തിൽ ആശ്രയിച്ചു പോകുന്ന വ്യക്തികളായിരിക്കും. അപ്പൊ അതൊക്കെ വ്യാജാത്മാക്കളുള്ള വ്യക്തികളും അല്ലെ പാസ്റ്റർമാരും അല്ലെങ്കിൽ പ്രീച്ചേഴ്സ്മാരും ഒക്കെ ഉണ്ടാകും ചർച്ചില് എന്നാ പറഞ്ഞു. ഒരുപാട് ലീഡർമാരുണ്ടാകും എന്നാ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു പൗലോസ് തന്നെ പോള് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം എഫേഷ്യൻ ചർച്ചിലോട് പറഞ്ഞിരിക്കുക. ഞാൻ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ 3.5 വർഷം പോൾ അവിടെ വർക്ക് ചെയ്തു എഫേസോസിൽ. അങ്ങനെയാണ് ചർച്ച് ഉണ്ടാകുന്നത് അവിടെ. അപ്പൊ അത് കഴിഞ്ഞ് പോൾ ഇങ്ങനെ പറയുക, എൽഡേഴ്സിനെ വിളിച്ചിട്ട് പറയുക, ഞാൻ ഈ ചർച്ചിൽ നിന്ന് പോരുമ്പോ തന്നെ ഇവിടെ നിന്ന് നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ആൾക്കാർ നായ്ക്കൾ എഴുന്നേക്കും, പുറത്തുനിന്ന് ആൾക്കാർ നിങ്ങളുടെ ഇടയിലേക്ക് വരും, ആട്ടുകുഞ്ഞുങ്ങളെ നശിപ്പിച്ച് കളയുന്നതിന് വേണ്ടി അല്ലെ. അപ്പൊ അങ്ങനെ വ്യാജാത്മാക്കളുള്ളവർ പലരും വരും. ഭൂതങ്ങളുടെ ഉപദേശം പഠിപ്പിക്കുന്നവർ പലരും ഉണ്ടാവും. നമുക്ക് തൈത്തേറിയ ചർച്ചിന്റെ കാര്യം നമുക്കറിയാവുന്നതാണല്ലോ. ജെസബലായിരുന്നു അവിടുത്തെ ടീച്ചർ. അവര് ടീച്ച് ചെയ്യുന്ന നമ്മുടെ ചെവി പിടിച്ചടക്കിക്കൊണ്ടല്ലേ, പിന്നെ അവരെ സെഡ്യൂസ് ചെയ്യുന്നു അല്ലെ, എൻചാൻഡ് ചെയ്ത് അവരെ വശീകരിക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ നമ്മുടെ കണ്ണിനെയും ചെവിയെയും അല്ലെ, അതിന് രണ്ടിനെയും പിടിച്ചടക്കാനുള്ള കാര്യങ്ങളുമായിട്ട് പല രീതിയിലുള്ള ടീച്ചർമാരൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. പറയുന്നത് കേട്ട് കഴിഞ്ഞാലൊക്കെ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് തന്നെ അവർ കോട്ട് ചെയ്ത് സംസാരിക്കും. ദൈവത്തിന്റെ വചനമാണ് തന്നെ എന്താ പറയുക, പിശാചങ്ങനെയാണല്ലോ യേശു ക്രിസ്തുവിനോട് ചെന്ന് സംസാരിച്ച ദൈവത്തിന്റെ വചനമായിരുന്നല്ലോ അല്ലെ. അപ്പൊ അങ്ങനെ തന്നെ കോട്ട് ചെയ്ത് സംസാരിക്കും, അങ്ങനെ തന്നെ സംസാരിക്കുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെ ആരൊക്കെയാന്ന് മനസ്സിലാക്കണമെങ്കിൽ അല്ലെ, വെറുതെ തിയറിറ്റിക്കലായിട്ട് നമ്മൾ വിചാരിച്ചു വെക്കാതെ, യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട് അവസാനത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ എന്താ പറയുക, ഇതുപോലത്തുള്ള ആളുകൾ വന്നു, ദുരുപദേശകന്മാർ ഇഷ്ടംപോലെ ഉണ്ടായിരിക്കും എന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം തിയറിറ്റിക്കൽ നമുക്ക് അറിയാൻ മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ നമ്മുടെ മുമ്പിൽ നിന്നുകൊണ്ട് കൂടെ ദുരുപദേശകം പ്രീച്ച് ചെയ്താൽ പോലും നമുക്ക് കാര്യം മനസ്സിലാവുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അവസ്ഥ അല്ലെ. അപ്പൊ ദുരുപദേശകൻ ആണെന്ന് മനസ്സിലാവുന്നത് ദൈവവുമായിട്ടുള്ള നമ്മുടെ അടുപ്പനുസരിച്ചിരിക്കും അല്ലെ. അപ്പൊ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളില് റിച്ച്ലി ഫിൽ ചെയ്യട്ടെന്നാണ് കൊളോസ്യർക്കെതിരായിട്ട് 3-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളില് റിച്ചായിട്ട് നിറഞ്ഞു കവിയുന്ന അളവിൽ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കിട്ടുന്ന വെളിപാടുകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ആ വെളിപാടുകൾ അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ, അതനുസരിച്ച് നമ്മൾ വളരുമ്പോൾ അല്ലെ, യേശുക്രിസ്തു പിന്നെയും ദൈവത്തിന്റെ വെളിപാടുകൾ നമുക്ക് തന്നുകൊണ്ടിരിക്കും. അപ്പൊ ഏത് ഫോൾസ് ആയിട്ടുള്ള ടീച്ചറും അല്ലെ, ഏത് എന്താ പറയുക, വ്യാജാത്മാക്കളുമായിട്ട് നടക്കുന്ന, ദുരാത്മാക്കളുമായിട്ട് ഭൂതങ്ങളെയും കൊണ്ട് നടക്കുന്ന, ഭൂതങ്ങളുടെ ഡോക്ടറും കേട്ടോ ഉപദേശങ്ങളും കേട്ടോണ്ട് നടക്കുന്ന ആള് വന്നിരുന്ന് പ്രസംഗിച്ചാൽ നമുക്ക് ഒറ്റ വാക്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ അത് ദൈവം നമ്മൾ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ എന്ത് കേൾക്കുന്നു, എങ്ങനെ കേൾക്കുന്നു എന്നുള്ളത് വളരെയധികം എന്താ പറയുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. ദൈവത്തിന്റെ വചനമായിരിക്കണം കേൾക്കേണ്ടത്, ദൈവത്തിൽ നിന്നായിരിക്കണം കേൾക്കേണ്ടത്. ദൈവത്തിന്റെ വചനം പിശാച് സംസാരിക്കുമ്പോൾ അതല്ല കേൾക്കാൻ പോകേണ്ടത് അല്ലെ. അറിയണം, ദൈവത്തെ അറിയണം, യേശുവിനെ അറിയണം. യേശുവിനെ അടുത്തറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇത് യേശു തന്നെയാണോ പറയുന്നത് നമുക്ക് മനസ്സിലാകത്തില്ല. ഒരു സൗണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് ദൈവത്തിൽ നിന്ന് തന്നെ ഉള്ളതാണോ അതോ പുറത്തു നിന്നുള്ളതാണോ നമുക്ക് അറിയണമെങ്കിൽ, അത് നമ്മളിൽ നിന്നുള്ളതാണോ എന്ന് അറിയണമെങ്കിൽ അത് ദൈവവുമായിട്ട് വളരെയധികം ക്ലോസ് ആയിട്ട് നിൽക്കണം. അപ്പൊ ഈ ഒരു സമയം ഇനി അങ്ങോട്ട് വരുന്ന കാലഘട്ടങ്ങളെന്നൊക്കെ പറയും വളരെയധികം എന്താ പറയണേ, അവസാന കാലഘട്ടമാണല്ലോ. അപ്പൊ അങ്ങനെയാകുമ്പോൾ പലതരത്തിലുള്ള ഡോക്ടറും പലതരത്തിലുള്ള കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കും, പലതരത്തിലുള്ള രീതിയിലുള്ള ടീച്ചിങ് എല്ലാം നടന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിനുള്ള എല്ലാം നമ്മള് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പറ്റണം അല്ലെ. നമുക്ക് പറ്റണം. അതിന് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി നടക്കുകയും അതിനായിട്ട് നമ്മളെ തന്നെ പിതാവിന്റെ കയ്യിലേക്ക് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ കയ്യിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ആൾക്കാരായിരിക്കണം അല്ലെ. എങ്കിൽ മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ വചനം നമ്മൾ എന്താ പറയുക, സമയം സ്പെൻഡ് ചെയ്ത് വായിക്കുക തന്നെ വേണം. നമ്മൾ വായിക്കാതിരിക്കുന്ന വ്യക്തികളായിരിക്കരുത്, വായിക്കുന്ന വ്യക്തികളായിരിക്കണം. ദൈവമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്ന വ്യക്തികളായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ള. അപ്പം ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. കർത്താവ് താങ്ക് യു ജീസസ് മാസ്റ്റർ, പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ ഗോഡ്. കർത്താവ് അങ്ങയുടെ വചനം വായിക്കുള്ള കൃപതാണെന്ന് അപേക്ഷിക്കുന്നു, വചനത്തിന്റെ ആഴങ്ങളിലേക്ക് പോലുള്ള കൃപതാണെന്ന് അപേക്ഷിക്കുന്നു, മനസ്സിലാക്കാനും കർത്താവിനോട് അതനുസരിച്ച് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നെന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ അങ്ങയുടെ വചനമോ ഒന്നും തന്നെ ഞങ്ങൾ വെറുതെ ലൈറ്റായിട്ട് എടുക്കാതിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിന് ആമേൻ. താങ്ക് യു ജീസസ് മാസ്റ്റർ, യേശുവിന്റെ നാമത്തിന് ആമേൻ. ഇത് കേട്ടിരുന്ന ദൈവത്തിനകത്ത് മഹത്വം ഉണ്ടാകട്ടെ.